ചെറിയമുണ്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണ് എന്ന് പറയുമ്പോൾ അതൊരു മോശമാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചെറിയ മുണ്ടം തിരുത്തിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു വെടി അങ്ങോട്ട് പൊട്ടിക്കുക. ആ രൂപത്തിൽ അദ്ദേഹം സംസാരിച്ച ഭാഗം നമ്മളൊന്ന് കേട്ടോക്കി. അതെന്താന്ന് ചോദിച്ചാൽ അതേ ഹനീഫ് കായക്കൊടി പറഞ്ഞു, ഈ വാദം ആദ്യം ഉന്നയിച്ചത് ചെറിയ മുണ്ടമാണ്. ലാ ശക്ക ഫീ, അതിൽ സംശയമില്ല, അതിൽ സംശയമില്ല. അതുകൊണ്ട് ആ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകത്തിൽ വന്ന ഒരു വാചകമാണ് ജബ്ബാർ മൗലവി എടുത്തൊരാശയമാക്കുന്നത്. അതിലും സംശയമില്ല, അതിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട്. മാത്രമല്ല ആ വാദം യഥാർത്ഥത്തിൽ ചെറിയ മുണ്ടം തന്റെ വാദമായി അവതരിപ്പിച്ചതാണോ? മനസ്സിലാക്കണം, അല്ല. നേരെ മറിച്ച് ദുർബലമായ ഒരു ഹദീസിന്റെ മറുപടി പറഞ്ഞപ്പോൾ അതിന് നൽകിയ ഒരു വിശദീകരണം, ആ വിശദീകരണത്തെ പിന്നീട് വാദമായി അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ആ തെറ്റായ വാചകം അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ അബദ്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ കാരണമായ വാചകം, ആ വാചകം ചെറിയ മുണ്ടത്തെ തെര്യപ്പെടുത്തിയപ്പോ, ചെറിയ മുണ്ടത്തിനെ ബോധ്യപ്പെടുത്തിയപ്പോ, ചെറിയ മുണ്ടം ചെയ്തതും എന്താണെന്നറിയോ? തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നില്ല, അബദ്ധത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നില്ല. അതേ നിങ്ങൾ പറഞ്ഞ എല്ലാ സവിശേഷതകളുമുള്ള ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, ആ ചെറിയ മുണ്ടം 2012 ആ വാദം തിരുത്തുകയാണ്. താൻ അങ്ങനെ ഒരു ആശയം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അത് ശബാബിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തിരുത്തിയതാണത്. ആ വാചകം അദ്ദേഹം തിരുത്തി. യുവത അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നെങ്കിലും അവർ ഉദ്ദേശിച്ച ആ വാചകം, ഹനീഫ് കായക്കോട് സൂചിപ്പിച്ച വാചകം, അബദ്ധമായ രൂപത്തിൽ ഒരു ആശയമായി എഴുതിയ വാചകം, ആ വാചകത്തെ അദ്ദേഹം തിരുത്തിയതാണ്. ചെറിയ മുണ്ടം തന്നെ തിരുത്തിയതാണ്, മനസ്സിലാക്കണം. പക്ഷേ ചെറിയ മുണ്ടം തിരുത്തിയെങ്കിലും ജബ്ബാർ മൗലവി തിരുത്താൻ തയ്യാറായില്ല. കണ്ടോ? ചെറിയ മുണ്ടം തിരുത്തിയെന്ന് പറഞ്ഞ് എന്തൊക്കെയോ എടുത്ത് പൊക്കി കാണിച്ചു. അതൊന്ന് വായിച്ചിട്ട് കേൾപ്പിച്ചു തരണ്ടേ? ചെറിയ മുണ്ടം എവിടെയാണ് തിരുത്തിയിട്ടുള്ളത്? ചെറിയ മുണ്ടം തിരുത്തിയതായിട്ടുള്ള ആ ഭാഗങ്ങൾ ഇങ്ങോട്ട് വായിച്ച് നമുക്ക് പറഞ്ഞു തരാം. ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇത്തരം ആളുകൾ, അലി മദനി, മൊറയൂരിനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ചെറിയ മുണ്ടം ശിർക്ക് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന രൂപത്തിലൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ ചെറിയ മുണ്ടം അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് ശബാബിൽ ഈ വിഷയ സംബന്ധമായിട്ട് വിശദീകരണം നൽകിയത് നമ്മളൊന്ന് ആദ്യം ഒന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ കളവുകൾ എവിടെയൊക്കെയാണ് സ്പർശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ്? മുജാഹിദുകൾക്കിടയിൽ ജിന്ന് വിവാദം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യത്തിന് ഈ പംക്തിയിൽ മുസ്ലിം നൽകിയ മറുപടിയിൽ 2 കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, വിജനമായ ഒരു സ്ഥലത്തുനിന്ന് അള്ളാഹുവിൻ്റെ അടിയാന്മാരെ നിങ്ങൾ എന്നെ സഹായിക്കണമെന്നൊരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാണ്. പ്രാർത്ഥന എന്നാൽ ഏറെ താഴ്മയോടെയുള്ള കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അപേക്ഷയാണെന്നാണ് മുസ്ലിം മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അടിയാന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണോ എന്ന കാര്യത്തിൽ മുസ്ലിമിന് സംശയമുണ്ട്. എന്താ അപ്പോൾ ചെറിയ മുണ്ടം തിരുത്തിയപ്പോൾ ഈ കാണുന്നത്? ചെറിയ മുണ്ടം ആ വിഷയം സംസാരിച്ചിട്ട് അവിടെ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ള ഒരു അപേക്ഷ യാ ഇബാദല്ലാ എന്ന് പറയുന്ന ആ ദുർബലമായിട്ടുള്ള ഹദീസിൽ ഇല്ല എന്നുള്ളത് ഒന്നുകൂടി ആണയിട്ട് വ്യക്തമാക്കുകയാണ് ചെറിയ മുണ്ടം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും പറയുന്നു, ആ മറുപടിയിൽ മുസ്ലിം വ്യക്തമാക്കിയ 2ാമത്തെ കാര്യം, ഒറ്റപ്പെട്ട ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിജനമായ സ്ഥലത്തുനിന്ന് അള്ളാഹുവിൻ്റെ അടിയാന്മാരെ എന്ന് വിളിച്ച് സഹായം ആവശ്യപ്പെടൽ ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. മുമ്പിൽ മനുഷ്യരെ ആരെയും കാണുന്നില്ലെങ്കിൽ ഏത് ആവശ്യത്തിനും അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്നതാണ് ഇസ്ലാമിലെ അംഗീകൃത സമ്പ്രദായം. ഇതിനാണ് 100 കണക്കിൽ ആയത്തുകളുടെയും പ്രാമാണികമായ ഹദീസുകളുടെയും പിൻബലമുള്ളത് എന്ന. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതന്നെയല്ലേ നമ്മളും പറയണത്? നമ്മൾ ആരപ്പോൾ വിജനമായ പ്രദേശത്ത് വെച്ച് പോയി അകപ്പെട്ടാൽ ജിന്നെ സഹായിക്കണേ എന്ന് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? യാ ഇബാദല്ലാ എന്ന് വിളിക്കാൻ ആവശ്യപ്പെടണമെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു പ്രവർത്തകർക്ക് പോലും ഈ ഒരു വാദമില്ല. പക്ഷേ ആ ഒരു വിളിയിൽ അതിൽ ശിർക്കില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കലില്ല. കാരണം എന്താണ്? ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ആ ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ പരിധിയിലുള്ള ആ ശബ്ദം
അയാൾ കേട്ട് ആ ശബ്ദം കേട്ടത് ഒരു ജിന്നോ മലക്കോ ആയിരിക്കാം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ പരിധിയിലുള്ള ആ സൃഷ്ടിയെ വിളിക്കുമ്പോൾ, അത് ഏത് സൃഷ്ടിയാകട്ടെ, അതിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള അഭൗതികത അതിൽ കടന്നു വരുന്നില്ല എന്നാണ്. ഇതാണ് ചെറിയ മുണ്ടവും വിശദീകരിച്ചത്. ഇത് തന്നെയാണ് തുറക്കൽ ജബ്ബാർ മൗലവി റഹിമഹുള്ളയും വിശദീകരിച്ചിട്ടുള്ളത് എന്നർത്ഥം.